students, welcome back to Xylem Banking. So thumbnail കണ്ടതുപോലെ മെയിൻസിന് PO മെയിൻസിന് ചോദിക്കുന്ന ന്യൂ പാറ്റേൺ എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റ്യൻ എങ്ങനെ ടാക്കിൾ ചെയ്യാം, എങ്ങനെ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താം എന്നുള്ളത് നോക്കാം. പലപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് തെറ്റുന്നത് നമ്മുടെ കെയർലെസ്നെസ് കൊണ്ട് മാത്രമാണ്. ഇംഗ്ലീഷ് ഇത്രയും കാലം പഠിച്ചൊരു സബ്ജക്റ്റ് ആണ്, ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് തെറ്റുന്നു? ഇങ്ങനെയുള്ള കെയർലെസ് മിസ്റ്റേക്സ് തുടങ്ങുന്നത് ഡയറക്ഷൻസ് പ്രോപ്പർ ആയിട്ട് വായിക്കാത്തതിൽ നിന്നാണ്. ഇപ്പൊ ഈ ന്യൂ പാറ്റേൺ എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് എങ്ങനെ ക്രാക്ക് ചെയ്യണമെന്നും ഈ ക്വസ്റ്റ്യൻ ഒരു രീതി എങ്ങനെയാണെന്നും നിങ്ങളെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ. ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എ സെന്റൻസ് വിത്ത് ആൻ എറർ ഇസ് ഗീവൺ. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ലൈൻ ഉണ്ടാവും, അതിലൊരു എറർ ഉണ്ട്. ഓക്കെ, the sentence is then followed by two statements. അതിനുശേഷം ആ ക്വസ്റ്റ്യന് ശേഷം 1 and 2 എന്നുള്ള രീതിയിൽ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് വീണ്ടും തന്നിട്ടുണ്ട്. ഓക്കെ, ഈച്ച് ഓഫ് വിച്ച് ഇസ് ഡിവൈഡഡ് ഇൻറ്റു 4 പാർട്സ്. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെ 4 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, these parts may or may not contain a similar error. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സെന്റൻസും ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലെ സെന്റൻസും തമ്മിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സെന്റൻസുകളായിരിക്കും. ക്വസ്റ്റ്യനിൽ നമ്മളൊരു എറർ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ സിമിലർ എറർ ഈ ഫസ്റ്റിലോ സെക്കൻഡിലോ ഉണ്ടോ ഇല്ലയോ നമ്മൾ കണ്ടുപിടിക്കണം. To the one mentioned in the sentence, you are required to select the part that contains the same type of error. അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സെയിം ടൈപ്പ് ഓഫ് എറർ തന്നെ തന്നിരിക്കുന്ന ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഏതിലെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ഉണ്ടെങ്കിൽ ആ പാർട്ടിനെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇഫ് none of the given parts contains an identical error, select option E as your answer choice. Okay, so question വളരെ സിമ്പിൾ ആണ്. ഡയറക്ഷൻസ് വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റ്യൻ തന്നെയാണ്. ആദ്യം നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, പിന്നെ 2 അതർ സ്റ്റേറ്റ്മെന്റ്സ്. ഈ മൂന്നും തമ്മിൽ വളരെ ഡിഫറെന്റ് ആയിരിക്കും. ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരു എറർ എന്തായാലും ഉണ്ടാവും. ആ എറർ ഒരു പെർട്ടിക്കുലർ ഗ്രാമാറ്റിക്കൽ എറർ ആയിരിക്കും. ആ എറർ നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. അതിനുശേഷം 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ 2 സ്റ്റേറ്റ്മെന്റിനെയും നോർമൽ എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റ്യൻ പോലെ നമുക്ക് 4 പാർട്ടായി ഡിവൈഡ് ചെയ്താണ് തന്നിരിക്കുന്നത്. ഈ 4 പാർട്ടിൽ നമ്മൾ ആദ്യം ക്വസ്റ്റ്യനിൽ കണ്ട സെയിം ടൈപ്പ് ഓഫ് എറർ ഉണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കി നിങ്ങൾക്ക് അങ്ങനെ ഒരു സെയിം ടൈപ്പ് ഓഫ് എറർ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ ഒരു പാർട്ടിൽ നിങ്ങൾ അതേ ടൈപ്പ് ഓഫ് എറർ കണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, സോ ഇൻ സം കേസസ് 2 സ്റ്റേറ്റ്മെന്റിലും എറർ ഉണ്ടാവാം. പക്ഷേ ചോദ്യം അവിടെ വളരെ ക്ലിയർ ആണ്, സെയിം ടൈപ്പ് തന്നെ ആയിരിക്കണം. ക്വസ്റ്റ്യനിലുള്ള അതേ ടൈപ്പ് അതേ ഗ്രാമാറ്റിക്കൽ എറർ തന്നെ ആയിരിക്കണം സ്റ്റേറ്റ്മെന്റിലും ഉണ്ടാവേണ്ടത്. ഡിഫറെന്റ് ഗ്രാമാറ്റിക്കൽ എറർ ആണെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഡയറക്ഷൻസ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നേരെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദിസ് ഈസ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The data from the recent study suggests that eating vegetables has a myriad of benefits for all age groups. ഓക്കെ, ഇവിടെ ഞാൻ വായിച്ചപ്പോൾ തന്നെ ഞാൻ പോലും അറിയാതെ നിങ്ങൾ ആൻസർ കേട്ടിട്ടുണ്ടാവും. ഓൾ ഏജ് ഗ്രൂപ്പ്സ്. ഇവിടെ ഓൾ എന്ന് വന്നിട്ടുള്ളത് കൊണ്ട് ഗ്രൂപ്പ്സിൽ എന്തായി? ഗ്രൂപ്പ് മാറി അത് ഗ്രൂപ്പ്സ് ആവണം. ഇതാണ് ഇവിടുത്തെ എറർ. നമുക്ക് എറർ കിട്ടിക്കഴിഞ്ഞു, ക്വസ്റ്റ്യൻ എറർ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. അതായത് ഇവിടെ ഒരു പ്ലൂറൽ ഫോം ഓഫ് നൗൺ ആണ് നമ്മൾ കണ്ടത്, അല്ലെ? ഒരു പ്ലൂറൽ ഫോം ആണ് നമ്മൾ ഇവിടെ കണ്ടത്. ദാറ്റ് ഈസ് ദ എറർ ഇൻ ദി ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. A range of exercises are beneficial for individuals of varying ages because it improves strength, flexibility and cardiovascular health. Regular practice is the key to maintaining these benefits. Okay, ഞാൻ വായിച്ചു കഴിഞ്ഞു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. അറ്റ് പ്രസന്റ് നമുക്ക് അതിൽ എറർ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് നിങ്ങൾ 2 സെക്കൻഡ് എടുത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൽ എന്ത് എററാണുള്ളതെന്ന്. Did you guess anything? നിങ്ങൾക്ക് എന്തെങ്കിലും എറർ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് എറർ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അടുത്ത സ്റ്റേറ്റ്മെന്റ് വായിക്കുക. The recommendation from health experts is clear that a balanced diet benefits people from every walk of life and contribute to their overall well-being, which includes a variety of fruits and vegetables. ഇവിടെ ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ലെങ്കിൽ തോന്നണം. അതിന് നമ്മൾ ഗ്രാമർ റൂൾസ് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. എന്താണ് ഇവിടെ നമ്മൾ A balanced diet benefits എന്നാണ് കണ്ടത്. ബെനിഫിറ്റ്സ് പീപ്പിൾ എന്ന് കണ്ടു. അതിനുശേഷം നമുക്ക് ആരുണ്ട് ഇവിടെ? ആൻഡ് കോൺട്രിബ്യൂട്ട്സ്. ഇവിടെ എന്താവണം? വേർബ് ഇവിടെ സിംഗുലർ സെൻസിലാവണം, അല്ലേ? സോ ഇവിടെ പ്ലൂറൽ സിംഗുലർ എന്നൊരു ഗ്രാമാറ്റിക്കൽ ഏരിയയിലാണ് എറർ സംഭവിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിലെ
പ്ലൂറൽ സെൻസിലാണ് നമുക്ക് എറർ ഉണ്ടായതെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ അവിടെ വേർബ് സിംഗുലർ ആവണം എന്നൊരു സ്റ്റേറ്റ്മെന്റിലാണ് എറർ വന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഏകദേശം ഒരേ ഗ്രാമാറ്റിക്കൽ എലമെന്റ് ആണ് രണ്ടിടത്തും തെറ്റിയിരിക്കുന്നത്. സോ ദ ആൻസർ വിൽ ബി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലെ സി പാർട്ട്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഉണ്ട്. ബി 2C ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇത് എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ പ്രോപ്പർ ആയിട്ട് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറും ഗ്രാമർ റൂൾസും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ന്യൂ പാറ്റേൺ എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാം? ക്രാക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞു തരുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഗ്രാമർ റൂൾസ് പഠിക്കണോ? നിങ്ങൾക്ക് നിങ്ങളുടെ SBI എന്നൊരു സ്വപ്നം നേടിയെടുക്കണോ? ഒരു മാനേജർ എത്രമാത്രം അലവൻസ് ഉണ്ട് SBIയുടെ പോസ്റ്റിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരുപാട് അലവൻസ് ഉള്ള ഒരുപാട് റെപ്യൂട്ടഡ് പൊസിഷനായ SBI മാനേജർ ആവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. ബാങ്ക് എക്സാംസ് നെഗറ്റീവ് മാർക്കില്ലാതെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒട്ടും താമസിക്കാതെ എന്ത് ചെയ്യാം? SBI PO എലൈറ്റ് ബാച്ച് തുടങ്ങുകയാണ് ഈ വരുന്ന ഒക്ടോബർ 3 മുതൽ വെറും 4,999 രൂപയ്ക്ക്. സോ എന്ത് ചെയ്യുക? ഒട്ടും താമസിയാതെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു, ഇംഗ്ലീഷ് ആയാലും കോണ്ട് ആയാലും റീസണിങ് ആയാലും നന്നായി നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. മാത്രമല്ല കറണ്ട് അഫയേഴ്സ് അപ് ടു ഡേറ്റ് നിങ്ങൾക്ക് കിട്ടും. സോ ഇത്രയും ബെനിഫിറ്റ്സ് ഒരുമിച്ച് ഒരു കുടക്കീഴിൽ. സോ മറക്കണ്ട, SBI PO എലൈറ്റ് ബാച്ച് ഉടനെ ജോയിൻ ചെയ്യാം. ഓക്കെ, നൗ വി ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The committee were divided on their opinion regarding the new policy which has led to much debate. Come on guys, the committee were divided on their opinion. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം, നിങ്ങൾ ഗ്രാമർ റൂൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു നൗൺ ഉപയോഗിക്കുമ്പോൾ കളക്റ്റീവ് ആയിട്ടുള്ള നൗണിൽ ഒരു എഗ്രിമെന്റോ ഡിസഗ്രിമെന്റോ വരികയാണെങ്കിൽ അവിടെ ഏത് ടൈപ്പ് ഓഫ് വെർബ് ഉപയോഗിക്കണം, ഏത് ടൈപ്പ് ഓഫ് രീതിയിലാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നെല്ലാം നമ്മൾ ഗ്രാമർ റൂൾസിൽ പഠിക്കുന്നുണ്ട് അല്ലെ. സോ ഇവിടെ കമ്മിറ്റി വെയർ ഡിവൈഡഡ്, ഇവിടെ ഒരു ഡിസഗ്രിമെന്റ് ആണ്. അവർ ഡിവൈഡഡ് ഓൺ ദെയർ ഒപ്പീനിയൻ റിഗാർഡിംഗ് ദി ന്യൂ പോളിസി which has led to much debate. led to much debate എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സെക്കൻഡ് ഞാൻ നിങ്ങൾക്ക് തരാം. എന്താണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. യെസ്, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ വെയർ ആണല്ലേ, വിച്ച് മീൻസ് പാസ്റ്റ് ആണ്, റൈറ്റ്? സോ പാസ്റ്റ് ആണെങ്കിൽ ഹാസ് കഴിഞ്ഞ് വരേണ്ടത് ഒരു V3 അല്ലേ മക്കളെ? ആണ്, V3 ആണ് വരേണ്ടത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ് എന്താ മക്കളെ എന്നൊക്കെ വിളിക്കുന്നത്? പഠിപ്പിക്കുന്ന ടീച്ചറിന് കുട്ടികളെ ധൈര്യമായി മക്കളെ എന്ന് വിളിക്കാം അല്ലെ. സോ നിങ്ങൾ തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ് എടുത്തു പറയുന്നത്. ഇവിടെ ഹാസിന്റെ അപ്പുറത്ത് V3 വേണം. ഇവിടെ ലെഡ് V1 ആണ്. നിങ്ങൾക്ക് അറിയാം, ദിസ് ഈസ് V1 അല്ലെ. അപ്പോ ഇതിന്റെ അടുത്ത ഫോം എന്തായിരിക്കണം? V3 ഫോം LED. ഈ ഫോം ആണ് ഇവിടെ വരുന്നത്. ലെഡ് ടു മച്ച് ഡിബേറ്റ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലെ എറർ കണ്ടുപിടിച്ചു. ക്വസ്റ്റ്യനിലെ എറർ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തു. ഇനി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കാം. The range of perspectives in the board meeting were diverse, which led a prolonged discussion about the future direction of the company's policy. Eventually, a consensus was reached after much deliberation. First statement. Differences in viewpoints among the members of the committee was apparent as they debated the merits and drawbacks of the proposed changes for over 3 years. ഞാൻ ശ്രദ്ധിച്ച് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും വായിക്കാൻ എനിക്ക് ഒരു 2 സെക്കൻഡ് തരാം. പെട്ടെന്ന് വായിക്കൂ. എന്താണ് ഇതിൽ എറർ എന്ന് കണ്ടുപിടിക്കൂ. സിമ്പിൾ അല്ലേ? കിട്ടിയില്ലേ? The range of perspective in the board meeting where, which means here also we should be using past അല്ലേ. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെയും നമുക്ക് ലെഡ് ആണ് കാണാൻ പറ്റുന്നത്. ഇവിടെയും ആക്ച്വലി നമുക്ക് എന്ത് ഉപയോഗിക്കണം? LED ആണ്, ഇതല്ല. സോ എറർ നമുക്ക് കിട്ടി ഫസ്റ്റ് പാർട്ടില്. അപ്പം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചുള്ള പല കുട്ടികളൊന്നും മിസ്സേ സെക്കൻഡ് വണ്ണിലും എറർ ഉണ്ട്, മിസ് എന്താ സെക്കൻഡ് വണ്ണിൽ എറർ കണ്ടില്ലേ? ഡിഫറൻസസ് ഇൻ വ്യൂ പോയിന്റ്സ്. ഇവിടെ ഡിഫറൻസസ് എന്ന് കൊടുത്തേക്കുന്നത് കൊണ്ട് ഇവിടെ എങ്ങനെ വാസ് ഉപയോഗിക്കാൻ പറ്റും? ഇവിടെ വേറല്ലേ മിസ്സേ വരേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആബ്സല്യൂട്ട്ലി യു ഗൈസ് ആർ റൈറ്റ്. പക്ഷേ നമ്മളുടെ ഡയറക്ഷനിൽ നമ്മൾ ആദ്യം വായിച്ച ഒരു കാര്യമുണ്ട്. സെയിം ടൈപ്പ് ഓഫ് എറർ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സെയിം ടൈപ്പ് ഓഫ് എറർ ഉള്ളത് എവിടെയാണ്? സ്റ്റേറ്റ്മെന്റ് 1ലാണ്. സ്റ്റേറ്റ്മെന്റ് 1Bയിലാണ് നമുക്ക് ആ എറർ ഉള്ളത്. സോ ഇവിടുത്തെ ആൻസർ C1B ആണ്. ഇവിടെ ഉള്ളത് എന്താണ്? ഒരു ഡിഫറൻറ്റ് എറർ ആണ്. ദിസ് ഈസ് എ ഡിഫറൻറ്റ് എറർ. അപ്പോൾ ഡിഫറൻറ്റ് എറർ അല്ല,
നമ്മൾ ഈ ഒരു ന്യൂ പാറ്റേൺ ഓഫ് എറർ ഡിറ്റക്ഷനിൽ എന്ത് ചെയ്യണം? സെയിം ടൈപ്പ് ഓഫ് എറർ കണ്ടുപിടിക്കണം. സോ ഗൈസ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. എപ്പോഴും എക്സാം എഴുതുമ്പോൾ ഡയറക്ഷൻസ് പ്രോപ്പർ ആയിട്ട് വായിക്കുക. നന്നായി ഡയറക്ഷൻസ് വായിക്കുന്ന ഒരു കുട്ടിക്ക് സുഖമായിട്ട് ഏതൊരു എക്സാമും ക്ലിയർ ചെയ്യാൻ പറ്റും, നെഗറ്റീവ് മാർക്ക് ഇല്ലാതെ, എസ്പെഷ്യലി ഇംഗ്ലീഷ്. ഓക്കെ, പക്ഷെ ഇംഗ്ലീഷ് ക്ലിയർ ചെയ്യാൻ എറർ ഡിറ്റക്ഷനും ഇപ്പൊ നിങ്ങൾ എല്ലാവരും പഠിക്കുന്ന രീതി ഒരുപാട് ടെസ്റ്റ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് മോക്കുകൾ എടുത്ത് എഴുതിയിട്ട് ആ മോക്കിന്റെ പ്രാക്ടീസ് കൊണ്ട് ഇംഗ്ലീഷ് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം പോരാ. ഓരോ ഗ്രാമർ റൂളും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ആ ഗ്രാമർ റൂളിന്റെ ബേസിലായിരിക്കണം നിങ്ങൾ ബാങ്ക് എക്സാമിന്റെ ടോപ്പിക്കുകൾ ഡീൽ ചെയ്യേണ്ടത്. ഇവിടെ ഇംഗ്ലീഷിൽ സൈലന്റ് ബാങ്കിങ്ങിൽ ഞാൻ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതായത് ടോപ്പിക് എടുക്കുക, അതിനു മുന്നേ തന്നെ ഗ്രാമർ റൂൾസ് കംപ്ലീറ്റ് ചെയ്യുക. ഗ്രാമർ റൂൾസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നു, ആ ടോപ്പിക്കിന്റെ എത്ര പാറ്റേൺ. ഫോർ എക്സാമ്പിൾ വേർഡ് യൂസേജ് എന്നൊരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അതിന് 3 പാറ്റേൺ ഉണ്ട്. 3 പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് 3 ലെവലിലാണ് ചോദിക്കുക. ഈസി, മോഡറേറ്റ്, ഡിഫിക്കൽട്ട്, അങ്ങനെ 3 ലെവലിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ട് തരുന്നതാണ്. മാത്രമല്ല എല്ലാത്തിനും എക്സസൈസ് വിത്ത് ഓരോ പാറ്റേണും ഓരോ ലെവലും എക്സസൈസ് ചെയ്യിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ സെറ്റ് ചെയ്ത് തരാണ് ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ ബാച്ചിലെ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് താഴെ പറയണം മക്കളെ, എങ്ങനെയുണ്ട് ശരിക്കും ഈ ക്ലാസ്സസ് എന്ന്. ഓക്കെ, ഹലോ ആസ്പിരൻസ്. സോ നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും പറഞ്ഞു പോയിട്ട് മിസ് വീണ്ടും തന്നെ ഹലോ ആസ്പിരൻസ് എന്ന് പറഞ്ഞത്. കാരണം വളരെ വ്യക്തമാണ്. ഗ്രാമർ റൂൾസ് സെറ്റ് അല്ല, ടോപ്പിക്കുകൾ പ്രോപ്പറായി അറിയില്ല, പാറ്റേൺസ് തീരെ അറിയില്ല എന്നൊരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് സൈലന്റ് ബാങ്കിങ്ങിലെ ഇംഗ്ലീഷ് പ്രോ ബാച്ചിലൂടെ മാറ്റിയെടുക്കാം. വളരെ സിമ്പിൾ ആണ്. ഗ്രാമർ റൂൾസിന്റെ ബേസ് മുതൽ അഡ്വാൻസ് ലെവൽ വരെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നു. ഓരോ ടോപ്പിക്കും ബാങ്ക് എക്സാമിന്റെ ഇംഗ്ലീഷിലെ ഓരോ ടോപ്പിക്കും എടുത്ത് ആ ഓരോ ടോപ്പിക്കും ഓരോ പാറ്റേണിൽ ഡിവൈഡ് ചെയ്ത് ഈസി, മോഡറേറ്റ്, ഡിഫിക്കൽട്ട് എന്നുള്ള ലെവലിൽ എക്സസൈസ് ചെയ്യിപ്പിച്ച് നിങ്ങളെ എക്സാമിന് വേണ്ടി കംപ്ലീറ്റ്ലി സെറ്റ് ആക്കാനാണ് ഈ ഒരു ബാച്ച് ഉള്ളത്. ഓഗസ്റ്റിൽ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും ഇപ്പോഴും അഡ്മിഷൻ ഓപ്പൺ ആണ്. മാത്രമല്ല നിങ്ങൾക്ക് ഇതുവരെ നടന്ന എല്ലാ ക്ലാസ്സുകളും ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻ കാണാം. മാത്രമല്ല നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സുഖമായിട്ട് ഗ്രാമർ റൂൾസും ടോപ്പിക് വൈസുള്ള നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല റൈറ്റിംഗ്, ട്രാൻസ്ലേഷൻ, റീഡിംഗ് സ്പീഡ് ഇതും ഇതിലൂടെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇനി ജോയിൻ ചെയ്യാത്തവരെ ജോയിൻ ചെയ്യുക, ഇംഗ്ലീഷ് സെറ്റ് ആക്കുക. ഓക്കെ, സോ ഇനിയും ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇത്തവണത്തെ RRBയുടെ മെയിൻസ് എക്സാം നന്നായിട്ട് എഴുതി ക്രാക്ക് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.